കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞങ്ങള് മറന്നുപോലെടാ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിക്കടാ. ശരി അപ്പൂപ്പ, ഞാൻ ഇവിടുത്തെ അമ്മമ്മയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് വരാം. അഖിൽ, അങ്കിളിനെ ആന്റിയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വാ. വേണ്ട മോനെ, ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കാറിൽ ഡ്രോപ്പ് ചെയ്യില്ലെങ്കിൽ അതൊന്നും വേണ്ട മോനെ. ഞങ്ങളോട് ഫോർമാലിറ്റി കാണിക്കേണ്ട ആവശ്യമുണ്ടോ അങ്കിൾ? നാണക്കേട് ഉണ്ടായിട്ടല്ല മോനെ, നിനക്കിവിടെ ഒരുപാട് ജോലിയില്ലേ, ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിട്ടാ. ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരണം. ഒരു ദിവസം ഞങ്ങൾ വരാം ആന്റി. വസു, ഞങ്ങൾ പോയിട്ട് വരട്ടെ. വരുമേ. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഉണ്ണി, ബൈ. അയ്യോ, ഒരു വഴക്കും ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ. സോറി അമ്മമ്മ, ഇവരുടെ അടുത്ത് സ്നേഹം കൂടിയെന്നും നിങ്ങളുടെ അടുത്ത് സ്നേഹം കുറഞ്ഞെന്നും എനിക്ക് അഭിനയിക്കേണ്ടി വന്നു. ഇതെല്ലാം ഞാൻ അമ്മയ്ക്ക് വേണ്ടിയായി ചെയ്യുന്നത്. എന്താ വെച്ചാ ഇത്ര പെട്ടെന്ന് ക്യാബ് വന്നോ? കുറച്ചു നേരം കൂടി നിന്നിട്ട് പോയാ പോരായിരുന്നോ? വേണ്ട വസു, കുറച്ചു നേരം ഇരുന്നുള്ളെങ്കിൽ സമാധാനമായി. നീ ഇവിടെ സന്തോഷമായി ഇരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അത് തന്നെ മതി മോളെ. അതെ വസു, ഞാനിന്ന് ഈ വീട്ടിലേക്ക് വന്നപ്പോ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. വീട്ടിൽ നടക്കാൻ പാടില്ലാത്ത എന്തോ നടന്നോന്ന്, നീയും അമ്മായിയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോന്നും, കുട്ടികളുടെ കാര്യത്തില് നീയും അബിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോന്നും, ഇങ്ങനെ ഓരോ ചിന്തകളും മനസ്സിൽ വന്നു. പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതൊന്നും സത്യമല്ലെന്ന് മനസ്സിലായി. പ്രധാനമായിട്ടും അഭിമോന് നിന്നോടുള്ള ഇഷ്ടം കണ്ടപ്പോ തന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ വയറ് നിറഞ്ഞു. നിന്റെ ഏട്ടാനിയന്മാരും അവരുടെ ഭാര്യമാരും എത്ര സ്നേഹമായിട്ടാ വസു നിന്നോട് പെരുമാറുന്നേ. ഇതൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് എത്ര സന്തോഷമായെന്നറിയോ. നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം, അതാ ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. അതെ മോളെ, ഇവിടെ വന്നപ്പോ മുതൽ തന്നെ നിന്റെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായിരുന്നു. ഇപ്പൊ അവളുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ? ഞങ്ങൾക്ക് ശ്രീശൈലം ക്ഷേത്രത്തിൽ എത്ര സമാധാനം കിട്ടിയോ അത്രയും സമാധാനം ഞങ്ങൾക്ക് ഈ വീട്ടിലും ഉണ്ടായിരുന്നു മോളെ. എന്നാ പോയിട്ട് വരട്ടെ മോളെ.
ഇപ്പൊ സന്തോഷായില്ലേ വസു? അമ്മയും അച്ഛനും സത്യമെല്ലാം മനസ്സിലാക്കൂ എന്ന് ഞാൻ പേടിച്ചിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അവരറിയാതെ സന്തോഷമായിട്ട് അവർ തിരികെ പോയി. അതിന് കാരണം നമ്മുടെ അബിയ, എന്റെ അനിയൻ അബി. നീ അവനോടാ താങ്ക്സ് പറയണ്ടേ. അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്ക് വേണ്ടിട്ടാ ചെയ്തത്. നിങ്ങൾ എല്ലാവരും എന്നെ സഹായിച്ചു. ഇനി എന്ത് തീരുമാനം എടുക്കണമെന്നും എനിക്കറിയില്ല. എന്ത് ചെയ്യണമെന്നാ വിചാരിക്കുന്നത്? എന്റെ മേലുള്ള തെറ്റിദ്ധാരണ അതുപോലെ തന്നെ നിൽക്കുക. അമ്മ ഇന്ന് അധികം സംസാരിച്ചില്ലെങ്കിലും എന്നോട് സ്നേഹം കാണിക്കുന്ന പോലെ അഭിനയിച്ചാലും അതൊക്കെ എന്റെ അമ്മയുടെ അച്ഛന്റെ മുന്നിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് മനസ്സിലായി. ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അവരും അറിയണ്ടേ? അതിനെന്തെങ്കിലും ചെയ്യണം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അമ്മയോടും അബിയോടും സത്യം പറഞ്ഞാൽ മാത്രം മതി. എന്റെ കുട്ടികൾക്ക് ഞാൻ കാരണം ഒരു ദോഷം ഉണ്ടാവരുത്. പക്ഷേ ഇതിന് വേറെ വഴിയില്ല വസു. എന്തൊക്കെയാണെങ്കിലും ശരി, ഞാൻ വിഷമിച്ചാലും സാരമില്ല. എന്റെ കുട്ടികളെ ഞാൻ വിഷമിപ്പിക്കില്ല. ചില സമയങ്ങളിൽ നമ്മളെ നല്ല ഗുണം തന്നെ നമ്മളെ വേദനിപ്പിക്കും. കള്ളങ്ങൾ സത്യമായി മാറി മനസാക്ഷിക്ക് നിരക്കാത്തത് മനുഷ്യർക്കിടയിൽ നടക്കും വസു. അമ്മ ഒരുപാട് നല്ലവരാ. അബിക്ക് അമ്മയേക്കാൾ നല്ല മനസ്സാ. നീയും നല്ലവളാ. പക്ഷേ നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അത് നല്ലതല്ല. ആലോചിച്ച് നോക്ക് വസു. നീ ആഗ്രഹിച്ചതുപോലെ അവരിവിടുന്ന് സന്തോഷത്തോടെ പോയി. പക്ഷേ നിന്റെ പ്രശ്നം ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. നീ സന്തോഷത്തിലല്ല. എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്ക്. എന്താ ആന്റി ഇത്? എപ്പോ നോക്കിയാലും അമ്മ സാരി എടുത്തു വെച്ച് സന്തോഷിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഓരോരുത്തർക്ക് ഓരോരോ പ്രാന്താ. നിന്റെ അമ്മായിക്ക് സാരി പ്രാന്ത്. അതിന് ഇത്രയ്ക്കും ഭ്രാന്തൊന്നും പാടില്ല ആന്റി. നിനക്കുണ്ടല്ലോ ഫാഷൻ ഡിസൈനിന്റെ പ്രാന്ത്. എനിക്കുണ്ടല്ലോ നാരദ മുനിയെ പോലെ വഴക്കുണ്ടാക്കുന്ന പ്രാന്ത്. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളല്ലേ. എന്നെ കളിയാക്കിയതോ അതോ സ്വയം കളിയാക്കിയതോ? ഇപ്പൊ അതാണോ നമുക്ക് പ്രധാനം? നിന്റെ അമ്മായി നല്ലൊരു മൂഡില. അകത്തേക്ക് പോയി നമുക്ക് അനുകൂലമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. വാ 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 വാ. എന്താ എടുത്തി ഈ നേരത്തെ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇപ്പോഴും അലമാരയിലല്ലേ ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കി അത് കണ്ടോണ്ടിരിക്കുന്നത് എന്റെ മനസ്സിലൊരു തൃപ്തിയായിട്ടെത്തി. എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു. കാർത്തികേ, ഈ സാരി നീ കണ്ടില്ലേ? അദ്ദേഹവും ഞാനും ഊട്ടിക്ക് പോയപ്പോ വാങ്ങിയതാ. അന്ന് ചെയ്തതുപോലെയുള്ള ഡിസൈൻ എനിക്ക് ചെയ്തു തരുമോ? വേണ്ട. എന്ത് പറ്റി ഏട്ടത്തി? ദയവ് ചെയ്ത് ആ ജോലി ഇവക്ക് കൊടുക്കല്ലേ ഏടത്തി. എന്താ, അവളൊരു നല്ല ഡിസൈനർ അല്ലേ? ഏട്ടത്തി എങ്ങനെ വിശ്വസിക്കുന്നതില് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? എന്തൊക്കെയായി പറയുന്നത്? വേണ്ട എടുത്തി, ആ ശവക്കുഴി വീണ്ടും തോണ്ടിയെടുക്കരുത്. ആ കൈപ്പേറിയ സംഭവങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കരുത്. ഏത് ശവക്കുഴി, എന്ത് കൈപ്പുള്ള ഓർമ്മകൾ? ഏട്ടത്തി എന്തായി പറയുന്നേ? അന്ന് കാർത്തിക ഇക്ഷ സോറി സോറി, എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് ഏടത്തിക്ക് അറിയില്ല. അന്നത്തെ ദിവസം ഇവൾ ആഹാരമേ കഴിച്ചില്ല. രാത്രി ആണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല. വിയർത്ത് ഒരുപാട് ജോലി ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടാണത്. അതുകൊണ്ടാ ആ സാരി അത്രയും ഭംഗിയായത്. പക്ഷേ ആ എപ്പിസോഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ. ഈ ജോലി കാർത്തികയല്ലേ ചെയ്യുന്നത്, ഏട്ടത്തി അല്ലല്ലോ. കൊച്ചുകുട്ടിയല്ലേ, പിന്നെ പിന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നെന്ന് വിചാരിച്ചിട്ടാ. അവൾക്ക് ഒരു പ്രാക്ടീസ് ആകുമല്ലോ. എനിക്കത് ടോർച്ചർ ആവുമല്ലോ.
എന്ത് പറ്റിയ ഏട്ടത്തിക്ക്? തൽക്കാലം എനിക്ക് ഒരു കുഴപ്പമില്ല എടുത്തി. പക്ഷെ ഇവളുടെ കയ്യിലേക്ക് ആ സാരി കൊടുത്താ എന്റെ അവസ്ഥ എന്താവും എനിക്കറിയില്ല. ആന്റി വെറുതെ തമാശ പറയുന്നതാ അമ്മേ. അഖിലേട്ടൻ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സാരി ഡിസൈൻ ചെയ്യാം. അത് പോട്ടെ എടുത്തി, ആ സുശീലമ്മയോട് വസുവിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ഒന്നും പറയാതെ എടുത്തി അവരെ പറഞ്ഞയച്ചു. പറയണോന്നാ ഞാൻ വിചാരിച്ചത് ഏട്ടത്തി. എന്ന വസു എന്റെ അടുത്ത് വന്ന് അപേക്ഷിച്ച് പറഞ്ഞപ്പോ എനിക്കിത് പറയാൻ തോന്നിയില്ല. ഏട്ടത്തി ഒരു പാവ സ്ത്രീയായി പോയി. ചില തെറ്റുകൾ നമ്മൾ ക്ഷമിക്കണമെന്നല്ലാതെ ഇതുപോലത്തെ തെറ്റുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്താ പിന്നെ അത് നമുക്ക് തന്നെ പ്രശ്നമായിട്ട് മാറും. ഓൾറെഡി ഞാൻ അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചല്ലേ. അബിയുടെ കുട്ടികൾ പോലും വസുവിനോട് അടുപ്പം കാണിക്കാറില്ല. വസുവിന് അത്രയും ശിക്ഷ മതിയാവും. കുറച്ച് ദിവസം കഴിയുമ്പോ അവള് തന്നെ മനസ്സിലാക്കിക്കോളൂ. അവള് മനസ്സിലാക്കോ അതോ വേറെ വല്ലതും വരുത്തി വെക്കോ എന്തോ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളത് ഏട്ടത്തിയുടെ ഇഷ്ടാ. വാ മോളെ കാർത്തികേ, നിന്റെ അമ്മായി സാരി നോക്കാൻ തുടങ്ങിയ നിന്റെ അമ്മാവനെ പോലും മൈൻഡ് ചെയ്യില്ല. പിന്നെ നമ്മളെങ്ങനെ കാണാനാ? വാ വാ. I'm sorry. സോറി എന്തിനാ ഏട്ടാ? നേരത്തെ കഴിച്ചോണ്ടിരുന്നപ്പോ ഞാൻ അത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാൻ വേണമെന്ന് വിചാരിച്ചല്ല അങ്ങനെ ചെയ്തത്. എനിക്കറിയാം. ഞാൻ സത്യം പറയുന്നേ. ഞാൻ സമ്മതിക്കുന്നു ഏട്ടാ. അത് തന്റെ സമ്മതമില്ലാതെ തന്റെ ദേഹത്ത് ഞാൻ ടച്ച് ചെയ്തു. ശരിക്കും ഏട്ടനപ്പോ ചെയ്തത് എന്റെ അമ്മയ്ക്കും അച്ഛനും സന്തോഷം കിട്ടാനുള്ളൊരു കാരണമായിരുന്നു. തനിക്കത് ബുദ്ധിമുട്ടായോ? അമ്മയും അച്ഛനും സന്തോഷത്തോടെ ഇറങ്ങി. നെക്സ്റ്റ് ടൈം അങ്ങനെ ആവർത്തിക്കില്ല. ഐ മീൻ ഇനി ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യില്ലെന്നാ പറഞ്ഞേ. എനിക്ക് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഐ മീൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് തനിക്ക് മനസ്സിലായെങ്കിൽ ഓക്കെ. ഞാൻ മനസ്സിലാക്കില്ലെന്ന് എന്തിനാ വിചാരിക്കുന്നത്? തെറ്റിദ്ധരിച്ച അത് ഒരിക്കലും ശരിയായ കാര്യമല്ലല്ലോ. എന്നെ സഹായിക്കാന്ന് ഏട്ടൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എനിവേസ് സോറി. നോ സോറി. ഞാനാ ഏട്ടനോട് താങ്ക്സ് പറയണ്ടേ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ഏട്ടാ ഒരു മിനിറ്റ്. ഏട്ടനോട് കുറച്ച് സംസാരിക്കണം. കുട്ടികളുടെ കാര്യമാണോ? അതെ ഏട്ടാ. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ അല്ല ഏട്ടാ. പ്ലീസ്, കുട്ടികളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം.
കുട്ടികളെ എന്താ എന്റെ അടുത്തേക്ക് വിടാത്തെ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അത് താൻ തന്നെ ചിന്തിച്ചു നോക്ക്. ഞാൻ ചിന്തിച്ചിട്ട് തന്നെയാ ചോദിക്കുന്നത്. ചിന്തിച്ചിരുന്നെങ്കിൽ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു. എന്നുവെച്ചാ എന്താ പറഞ്ഞു വരുന്നേ? കുട്ടികള് എൻ്റെ കൂടെ തന്നെ ഇരിക്കട്ടെ. കാർത്തികേ, ഒച്ചുണ്ടാക്കല്ലേ, ഞാനാടി. മര്യാദയ്ക്ക് വിളിച്ചാ പോരെ, മുഖം എന്തിനാ ഇത്രയും അടുത്ത് കൊണ്ടുവരുന്നേ? അത് സ്നേഹത്തോടെ വിളിക്കാന്ന് വെച്ചിട്ടാ. പ്രേതം വന്ന് എണീപ്പിച്ച പോലെയാ. അപ്പോ എന്റെ മുഖം പ്രേതായിട്ട് തോന്നിയ നിനക്ക്? ഒരു കാലത്ത് ഞാനും പ്രശസ്തയായിരുന്നടി. ഒന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ നന്നായിരിക്കും ആന്റി. നിങ്ങളുടെ പേരും ഫേസും എങ്ങനെ മാച്ച് ആവാതെ ഇരിക്കുന്നോ അതേപോലെ നിങ്ങളുടെ സംസാരവും മാച്ച് അല്ല. എന്ത് ചെയ്യാനാടി, എന്റെ പേരിന് ചേരുന്ന പോലെ മുഖം മാച്ച് ആക്കണമെന്ന് വിചാരിച്ചാ ഈ വീട്ടിലുള്ളവര് എനിക്ക് മാച്ചായവരെ നോക്കിയാലല്ലേ? മഴക്കാലത്ത് ക്രിക്കറ്റ് മാച്ച് പോലെ എന്റെ കല്യാണ മാച്ചും വഴിയിൽ മുടങ്ങിപ്പോയതാ. അയ്യോ, എന്തിനാ ഈ ടോപ്പിക്? എന്തിനാ എന്നെ എണീപ്പിച്ചേ? ഇന്നുണ്ടല്ലോ വീണ്ടും വ്രതോ? അയ്യോ, സമയം എത്രയായി? 3, 4, 5 മണി 8 സൂര്യൻ തലേന്റെ മുകളിൽ വരുന്നവരെ കിടന്നുറങ്ങുക. അത് 2 ദിവസമായി ശരിക്കൊന്നും ഉറങ്ങിയിട്ടാണ്ടി. ഇന്നാണൊന്ന് ഉറങ്ങിയത്. ഇനി ഉറങ്ങുകയാണെങ്കിൽ നിനക്ക് വലിയൊരു അത്ഭുതം മിസ്സായി പോവും. അത്ഭുതമോ? ആരുടെ മുഖത്ത് കരച്ചില കാണാൻ പോകുന്നേ? എല്ലാവരുടെ മുഖത്ത് ചിരി കാണാനാണോ ആഗ്രഹിക്കുന്നേ? നിനക്ക് കരച്ചില് കാണാനല്ലേടി ഇഷ്ടം? അതെ അതെ, നിങ്ങളുടെ സാഡിസ്റ്റ് ബുദ്ധിയല്ലേ എനിക്കും കിട്ടിയത്. എന്താ പറഞ്ഞേ? അതൊന്നുമില്ല ആന്റി, എന്തോ അത്ഭുതം പറഞ്ഞില്ലേ, അത് പറയ്. ഇന്നലെ നമ്മൾ മണ്ണെണ്ണ ഒഴിച്ചില്ലേ, അത് ചെറുതായിട്ട് കത്തിയായിരുന്നല്ലോ. പക്ഷേ ഇന്നത് വലിയൊരു തീജ്വാലയായി ആളി കത്താൻ പോവാ. എനിക്ക് ശരിക്കും മനസ്സിലായില്ല ആന്റി. അത് ഞാടി, ഇന്നലെ വസുവിന് വഴക്ക് വാങ്ങിക്കൊടുത്തില്ലേ? നിന്റെ അമ്മായി അഭിയും വസുവിനെ വഴക്ക് പറഞ്ഞ് ഒതുക്കി കളഞ്ഞില്ലേ? അതെ. അവളുടെ ഭർത്താവിന്റെ വീട്ടില് ആ വസു അവളുടെ മോൻ ഉണ്ണിയും ഒറ്റപ്പെട്ടു പോയല്ലോ. ഇനി നിന്റെ അമ്മായി അഭിയും അവരുടെ മുഖത്ത് പോലും നോക്കില്ല. അവരുടെ കണ്ണിൽ എപ്പോഴും കരച്ചിലുണ്ടാകും. ആ കരച്ചിൽ നിനക്ക് കാണണ്ടേ? അതുകൊണ്ടാ നിന്നെ വിളിച്ചേ. രാവിലെ തന്നെ ഇത് വേണോ ആന്റി? ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ ഇങ്ങനെ പാഴാക്കാൻ പാടില്ലടി. നീ എഴുന്നേറ്റ് വന്നേ, ബാ ബാ. ഇവനിതെന്ത് പറ്റി? എങ്ങോട്ടേക്കേ പോക്ക്? അവന്റെ കയ്യിൽ എന്തോ പേപ്പർ ഉണ്ടല്ലോ ആന്റി. ഉണ്ണി എന്തിനാ രാവിലെ തന്നെ എടുത്തിയുടെ മുറിയിലേക്ക് പോകുന്നേ? വിളിച്ചു നിർത്ത്, വിളിച്ചു നിർത്ത്. ഉണ്ണി 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 വാ 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 വാ.
അമ്മമ്മേ. ഉണ്ണി സോറി പറഞ്ഞോണ്ടിരിക്ക ആന്റി. അമ്മയുടെ മനസ്സ് വീണ്ടും അലിയും. നീ ഒന്ന് നിക്കടി, എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ. സോറി അമ്മമ്മേ. അതിന്റെ ആവശ്യമില്ല. പോയേ ഇവിടുന്ന്. ഞാനിപ്പോ എന്ത് തെറ്റാ ചെയ്തത് അമ്മമ്മേ? എല്ലാരും എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? ആരും എന്നെ അടുപ്പിക്കുന്നത് പോലും ഇല്ലല്ലോ. അമ്മയാണെങ്കി എന്റെ മുഖത്തോലും ഇപ്പൊ നോക്കുന്നില്ല. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എനിക്ക് ഒരുപാട് വിഷമമുണ്ടടാ. ഇത്രയും വർഷത്തിനിടയില് എന്റെ പേരക്കുട്ടികളെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോ നിങ്ങളുടെ സ്കൂൾ പ്രിൻസിപ്പൽ വന്ന് അവരെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ട് പോയി. കുട്ടികൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഞാനും അമ്മമ്മയുടെ ഒരു കൊച്ചുമോൻ തന്നെയല്ലേ. നീ എങ്ങനെ എന്റെ കൊച്ചുമോനാവുന്നേ? പിന്നെ എന്തിനാ അന്ന് സ്വന്തം കൊച്ചുമോനെ പോലെ എന്നെ അടുത്തേക്ക് വിളിച്ച് സ്നേഹത്തോടെ പെരുമാറിയത്? അതേടാ, അതാ ഞാൻ ചെയ്ത തെറ്റ്. ആർക്ക് എന്ത് സ്ഥാനമാണോ അതേ കൊടുക്കാവൂ. ഞാൻ ഓരോ മണ്ടത്തരം കാണിച്ച് തലയിലെടുത്ത് വെച്ചിരുന്നു. ഇപ്പം ഞാൻ അനുഭവിക്കാം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മമ്മ. അമ്മമ്മ എല്ലാരെക്കാളും മുതിർന്നതല്ലേ. അമ്മമ്മയെങ്കിലും എന്നെ വിശ്വസിക്ക്. ഞാൻ എന്റെ ചെറുമക്കളെ വിശ്വസിക്കത്തുള്ളൂ. നിന്നെക്കാളും അവരാ എനിക്ക് പ്രധാനം. ഞാൻ അവരെ കുറിച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. അപ്പൊ അമ്മമ്മയ്ക്ക് ഞാൻ ശരിക്കും ആരും അല്ലെന്നാണോ പറയുന്നത്? ആരും അല്ലെന്ന് തന്നെയാ. എന്നെ അമ്മൂമ്മയെന്ന് പോലും നീ വിളിക്കണ്ട. പോടാ ഇവിടെ എഴുന്നേറ്റ്. സോറി. ഞാൻ അമ്മമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്ക്. ആഹാ, ആ കണ്ണിലെ കണ്ണീര് എന്റെ ചെവിയിൽ അമൃതമഴ പോലെ പെയ്യുന്നു. എന്തൊരു മനസമാധാനന്നറിയോ. കണ്ണിന് കുളിർമയുള്ള കാഴ്ചയായി, കാതിന് ഇമ്പമുള്ള സ്വരമായി. രാവിലെ തന്നെ നല്ല കാര്യമാണല്ലോ കാണുന്നത്. അതെ ആന്റി, നിങ്ങൾ വന്ന് എന്നെ എണീപ്പിച്ചപ്പോ ഞാൻ ദേഷ്യപ്പെട്ടു. പക്ഷേ എനിക്കിപ്പോ സന്തോഷമായി. നോക്ക്, ഈ സന്തോഷമുണ്ടല്ലോ എത്ര നാളായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്നോ. ഇതിലും വലിയ സന്തോഷം ഇനി വേറെ എങ്ങും ഇല്ല. അതെ ആന്റി, നിങ്ങളുടെ സന്തോഷം ഒരു കാന്തത്തെ പോലെ എന്നെ ആകർഷിച്ചു. ഞാനും ഇപ്പൊ അതേ ഫീലിംഗിലുള്ള. നീ എന്നെ കളിയാക്കിയതാണോ അനുമോദിച്ചതാണോ? അനുമോദിച്ചത് ആന്റി. ആന്റിയെ കളിയാക്കിയത് പോലെ തോന്നിയോ? എന്തോ ഈ അവസരത്തില് ഏതാണ് അനുമോദനം ഏതാ കളിയാക്കൽ അറിയാനേ പറ്റുന്നില്ല.